Hello dears, welcome to the world of English. It is me ESR from MS Solution. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ? അതാ നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് തമ്മിൽ കണ്ട പോലെ ഒന്ന് പൊടി തട്ടി എടുത്താലോ. നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ റിപ്പോർട്ട് സ്പീച്ച് ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ഒന്നുകൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് തലേ നമുക്ക് കുറച്ച് റിപ്പോർട്ട് സ്പീച്ച് ചെയ്ത് നോക്കാം. രണ്ട് റിപ്പോർട്ട് സ്പീച്ചിന്റെ മോഡൽ സാധനങ്ങൾ കാണിച്ചു തരാം. എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള റിപ്പോർട്ട് സ്പീച്ചിന്റെ മോഡൽ നമുക്ക് നോക്കിയാലോ. യെസ്, നോക്കിക്കോളാം. റിപ്പോർട്ട് സ്പീച്ച് നമ്മുടെ ഫിനിക്സ് റൈസസ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നോക്കിക്കോ. പരുൾ പറയാണ്, വൈ ഡോണ്ട് യു സ്റ്റോപ്പ് യുവർ എക്സ്പെരിമെന്റ് വിത്ത് ബ്ലഡ് ആൻഡ് നാപ്കിൻസ്? നീ എന്തുകൊണ്ടാണ് ബ്ലഡ് ആൻഡ് നാപ്കിൻസുമായുള്ള എക്സ്പീരിയൻസ് നിർത്തിയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ബബ്ലു പറയുന്നുണ്ട്, ഐ ആം ജസ്റ്റ് ട്രൈങ് ടു ഡു സംതിങ് ഗുഡ് ഫോർ പുവർ വുമൺ ഇൻ മൈ വില്ലേജ്. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വില്ലേജിലുള്ള സ്ത്രീകൾ, പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആയിരുന്നു ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. സോ നോക്കാം. നമ്മുടെ ഫസ്റ്റ് കിട്ടിയ ക്വസ്റ്റ്യൻ എന്താ? പരുളാണ്. അപ്പോൾ പരുൾ ആസ്ക്ഡ് ടു ബബ്ലു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പരുൾ ആസ്ക്ഡ് ടു ബബ്ലു ചോദിച്ചു എന്താ? നമ്മൾ WH ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ സാധനം നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ വൈ എന്ന് കൊടുക്കുക അല്ലേ. വൈ എന്നാണ് ഫസ്റ്റ് WH ക്വസ്റ്റ്യൻ. എന്താ? വൈ എന്നാണ് നമുക്ക് WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ പിന്നെന്താണ്? വൈ പിന്നെന്താ? വൈ ഡോണ്ട് യു എന്നാ. അപ്പോൾ വൈ ഡിഡിൻറ്റ് ഹി, വൈ ഡിഡിൻറ്റ് ഹി, അവിടെ യു എന്നുള്ളത് എന്താവും? യു എന്നുള്ളത് അവിടെ ഹി ആയിട്ട് മാറും. ഹി സ്റ്റോപ്പ്. Why didn't he stop his experiments? We stop his experiments with blood and napkins കേട്ടോ. Experiments with ബ്ലഡ് ആൻഡ് നാപ്കിൻസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫസ്റ്റിലെ സാധനം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഡോണ്ടും യു ആണ് എന്ത് ഇത് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിത്ത് യുവർ എന്താ? യുവർ എന്നുള്ളത് എന്താ? ഹിസായി. യു എന്നുള്ളത് എന്താ? ഹി ആയി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്താ? ബബ്ലു, ഐ ആം ജസ്റ്റ് ട്രൈയിങ് ടു ഡു സംതിങ് ഗുഡ് ഫോർ ദ പുവർ വുമൺ ഇൻ മൈ വില്ലേജ് എന്ന് പറയുന്നുണ്ട്. അതിനെ മാറ്റുമ്പോൾ എന്താണ് വരിക? അതിനെ മാറ്റുമ്പോൾ എങ്ങനെ എഴുതാണെന്നുള്ളത് നമുക്ക് ശരിക്കും നോക്കാം. ബബ്ലു റിപ്ലൈഡ് ദാറ്റ്. ഓക്കെ, ബബ്ലു റിപ്ലൈഡ് ദാറ്റ്. ബബ്ലു മറുപടി പറഞ്ഞ എന്തായിരുന്നു? ഐ ആം ജസ്റ്റ് ട്രൈയിങ്. ഐ ആം എന്താവും? ഹി വാസ് ഔട്ടോ. ഹി വാസ് ജസ്റ്റ് ട്രൈയിങ് ടു ഡു സംതിങ് സംതിങ് ഫോർ ദ പുവർ വുമൺ അല്ലേ. സെയിം സാധനം കേട്ടോ. ഫോർ ദ പുവർ വുമൺ ഇൻ മൈ വില്ലേജ് അല്ല, ഇൻ ഹിസ് വില്ലേജ് എന്ന് കൊടുക്കുക. വന്ന മാറ്റം മനസ്സിലാക്കുക. ഹിസ്സിൽ എന്ത് ചെയ്തു? മാറ്റം വന്നു. അതേപോലെ തന്നെ ഹി എന്ത് ചെയ്തു? മാറി. ഐ ആം എന്നുള്ളത് എന്തായി? ഹി വാസ് എന്നായി എന്നുള്ളതാണ് കേട്ടോ. ആൻസർ കൃത്യമായിട്ട് നോക്കുക. ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. പരുൾ ആസ്ക്ഡ് ബബ്ലു വൈ ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഹിസ് എക്സ്പെരിമെന്റ് വിത്ത് ബ്ലഡ് ആൻഡ് നാപ്കിൻസ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് സ്റ്റോപ്പ് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ ബബ്ലു ആൻസർ പറയുന്നുണ്ട്, ഹി വാസ് ജസ്റ്റ് ട്രൈയിങ് ടു ഡു സംതിങ് ഗുഡ് ഫോർ ദ പുവർ വുമൺ ഇൻ ഹിസ് വില്ലേജ് എന്ന് പറയുന്നുണ്ട്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാറ്റം വന്ന് ശരിക്കും മനസ്സിലാക്കുക. ഡിഡ് നോട്ട്, ഡോണ്ട് ആയപ്പോൾ ഡിഡ് നോട്ട് വന്നു. ഹി ആയിട്ട് മാറി. ദെൻ പിന്നെ അവിടെ ഹിസ്, യുവർ എന്നുള്ളത് എന്താ? ഹിസ് ആയിട്ട് മാറി. ഇവിടെ തന്നെ ഐ എന്നുള്ളത് ഹി ആയി. ആം വാസ് ആയി മാറി. ദെൻ പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഇവിടെ ഹിസ് ആയി. മൈ വില്ലേജ് എന്താ? ഹിസ് വില്ലേജ് എന്നായിട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. സ്പിൽമെൻ്റെ ക്വസ്റ്റ്യൻ. പ്ലീസ് ഡോണ്ട് ഷൂട്ട്. ഐ ആം പോളിഷ് ലെഫ്റ്റനന്റ് പറയും, വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോഡ്? നിങ്ങൾ എന്താണ് ഈ ജർമ്മൻ കോഡിൽ ചെയ്യുന്നത്? അപ്പോൾ ശരിക്കും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ആൻസർ നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. സാർ ഇതിൻ്റെ ആൻസർ ഓൾറെഡി ചെയ്ത് വെച്ചൊരു സാധനം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് ചെയ്ത് നോക്കാം. സിമ്പിൾ സാധനമാണ്. ഇതിന് ശേഷം കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഓക്കെ, സ്പിൽമെൻ എന്താ പറയുന്നത്? പ്ലീസ് ഡോണ്ട് ഷൂട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? പ്ലീസ് വന്നുള്ളേ. അപ്പോൾ നമ്മൾ എന്ത് പറയണം? സ്പിൽമെൻ പ്ലീഡ്. പ്ലീഡ് ചെയ്തു. എന്താ? സ്പിൽമെൻ എന്ത് ചെയ്തു? പ്ലീഡ് ചെയ്തു. ആരോട്? ടു ദ ലെഫ്റ്റനന്റ് അല്ലേ. ടു ദ ലെഫ്റ്റനന്റിനോട് പ്ലീഡ് ചെയ്ത ലെഫ്റ്റനന്റ് ദാറ്റ് അദ്ദേഹം ചെയ്ത കാര്യം എന്തായിരുന്നു? ചെയ്ത കാര്യം വളരെ സിമ്പിൾ ആയിരുന്നു. അതായത് നോട്ട് ടു ഷൂട്ട്. എന്താ ചെയ്തത്? ഡോണ്ട് ഷൂട്ട് എന്തായി? നോട്ട് ടു ഷൂട്ട് and he was Polish. Not to shoot, he was Polish. ശരിക്കും നോക്കാം എന്ത് മാറ്റാണ് വന്നിട്ടുള്ളത്. അതായത് മാറ്റം നോക്കാം. സ്പിൽമെൻ പ്ലീഡഡ്. ഈ പ്ലീസിന് നമ്മൾ എന്തോ ഇവിടെ പ്ലീഡഡ് എന്ന് കൊടുത്തത്. ദെൻ അതിനുശേഷം ഡോണ്ട് ഷൂട്ട്. ഡോണ്ട് വന്ന് എന്താക്കണം? നോട്ട് ടു എന്നാക്കണം. ഡോണ്ട് വന്ന് എന്താക്കണം? നോട്ട് ടു എന്നാക്കണം. പിന്നെന്താണ്? പിന്നെ ഐ ആം പോളിഷ്. അപ്പോൾ എന്താക്കി? ഇവിടെ ഹി വാസ് പോളിഷ് എന്നാക്കി. മാറ്റങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ പോളിഷ് ലെഫ്റ്റനന്റ് എന്താ പറഞ്ഞത്? വാട്ട് ആർ യു ഡൂയിങ്
വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോർട്ട് നോക്കല്ലേ. സോ വാട്ട് ആർ യു ഡൂയിങ് എന്താ ദ പോളിഷ് ലെഫ്റ്റനന്റ് ആസ്ക്ഡ് പോളിഷ് ലെഫ്റ്റനന്റ് ചോദിച്ചു ഹിം അവനോട് ചോദിച്ചു വാട്ട് ഹി വാസ് ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോർട്ട് വാട്ട് ഹി വാസ് ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോർട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അദ്ദേഹം ജർമ്മൻ കോർട്ടിൽ ചെയ്യുന്നത് എന്ത് ചെയ്തു അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് അവനോട് ചോദിച്ചു, ആസ്ക്ഡ് ടു ഹിം എന്ന് പറയുന്നുണ്ട്. ഇതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ സാർ ഇതിൻ്റെ ആൻസർ ആയി തന്നിട്ടുണ്ട്, രണ്ടാമത്തെ ആൻസർ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സെറ്റായിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പഠിക്കുക. റിപ്പോർട്ട് സ്പീച്ച് ഉറപ്പായ ക്വസ്റ്റ്യൻ ആണ്. റിപ്പോർട്ട് സ്പീച്ചിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിൻ്റെ കുറച്ച് മുമ്പ് സാർ റിപ്പോർട്ട് സ്പീച്ചിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ഫോമുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണാന്നുള്ളതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മക്കളെ. മറ്റൊരു കാര്യം മറക്കണ്ട, ഇന്ന് രാത്രി 7 ലൈവിന് വന്നോ, നമ്മൾ അടിച്ചു പിടിച്ച് മുഴുവൻ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.